കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവളെ കൊണ്ട് ഡ്രോണ് ജസ്റ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്യിക്കാനും ലാൻഡ് ചെയ്യിക്കാനും പഠിപ്പിച്ചായിരുന്നു. ഇന്ന് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഡ്രോൺ ഒന്ന് പൊന്തിച്ചിട്ട് ഒരു സ്ഥലം വരെ പോയി, അതായത് കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരുന്നവരെ നോക്കാം. ഡ്രോണൊക്കെ എടുക്കുന്നുണ്ട് റോട്ടിൽ. ഇവിടെ കൊണ്ടുവെക്ക്. ബാലപാഠങ്ങളൊക്കെ മറന്നിട്ടുണ്ടോ നോക്കാം. ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ച പോലെ സ്ക്രീനിൽ തൊട്ട് അവിടെ നിന്ന് ടേക്ക് ഓഫ്. ഓക്കെ, നീ നേരെ മുകളിലോട്ടാക്കിക്കോ, കുറച്ചുകൂടെ പൊന്തിച്ചോ. അല്ല, ഈ കമ്പീൻ്റെ മുകളിൽ പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം ഈ റോഡിൻ്റെ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു റോഡിൻ്റെ അങ്ങോട്ടുള്ളൊരു വ്യൂ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നീ എങ്ങോട്ടോ ഡയറക്ഷനുള്ളത് നോക്ക്, ഡയറക്ഷൻ തിരിച്ച് അതിൽ നോക്കാണ്ട് സ്ക്രീനിൽ നോക്ക് എന്താ കാണുന്നതെന്ന്. അപ്പം ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ, ലെഫ്റ്റ് റൈറ്റ്. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോണ് ലെഫ്റ്റിലോട്ടും പോവും റൈറ്റിലോട്ടും പോവും. ഇങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോവും, ഇങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ ബാക്കോട്ട് വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റിലോട്ട് പോകാനും താഴോട്ട് വരാനും. പിന്നെ ഇങ്ങോട്ടായി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടീൻ്റെ സ്റ്റിയറിങ് തിരിക്കൂലേ, അതേപോലെ തിരിയും. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ടോപ്പിലാണ്. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ, ഇതിനെ തിരിക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് തിരിക്കണം. ആ നോബ് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗിംബൽ അനങ്ങും. ഗിംബൽ അനങ്ങിയിട്ട് നമ്മളെ ഒന്ന് കാണുന്ന രീതിയിലൊന്ന് ആക്കി വെക്കും. ഓക്കെ, അത്രയും മതി. ഇനി നീ മൊത്തം റൊട്ടേറ്റ് ചെയ്തേ. ഇപ്പോൾ വഴി കാണുന്നില്ലേ, നീ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കി ഡ്രോണിനെ തിരിക്ക്. നമുക്ക് അങ്ങോട്ടാണ് പോകണ്ടേ, അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഡ്രോൺ അങ്ങോട്ട് പോവുള്ളൂ. ഇതാണ് നമ്മളെ ഡയറക്ഷൻ തിരിക്കുന്നത്. തിരിച്ചപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ഇല്ല, വഴി കാണുമ്പോൾ നിർത്ത്. വഴി കണ്ടോ? ഓക്കെ, വഴീൻ്റെ സെൻറ്ററിലാക്കി. ഇനി ഈ ഒരു സംഭവം കണ്ടോ? ഇനി കുറച്ചും കൂടെ നിനക്ക് വേണ്ട രീതിയിലൊന്ന് പൊന്തിക്കുമല്ല, ഈ നോബ് തിരിച്ച് ഒന്ന് വഴി കാണുന്ന രീതിയിൽ സെറ്റപ്പാക്കി. ഓക്കെ, കുറച്ചുകൂടെ. ഇനി കുറച്ചുകൂടെ ഒന്ന് പൊന്തിച്ചോ ഡ്രോൺ വേണേൽ ആകാശത്തേക്ക്. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ നിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് നീ ഡ്രോൺ പൊന്തിച്ചില്ലേ, എന്നിട്ട് നീ കുറച്ച് ദൂരം, അതായത് ഈ റോഡ് നീ അവിടെ വരെ റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യണം. ഓക്കെ, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഫ്രണ്ടിലോട്ട് പോകും, അവർ സ്മൂത്തായിട്ട് പോകും. ചെറിയൊരു അത്ര ഞെക്കാൻ നല്ല സ്പീഡിൽ പോകും, പയ്യെ പോകും. അത് ഇങ്ങനെ പിടിച്ചാൽ മതി, കുറച്ച് പിടിച്ചാൽ മതി. അങ്ങനെ പോട്ടെ. ഡ്രോണ് ഇതിലേ പോകുന്നുണ്ട്. പോകുന്നുണ്ട്. കുറച്ചുകൂടെ പോട്ടെ. ഞാൻ സ്ക്രീനിൽ നോക്കണ്ടേ. ഓക്കെ, ഇനി അവിടെ വന്നിട്ട് ഇനി തിരിച്ചു വാ. ഇനി തിരിക്ക്, നമ്മുടെ ഭാഗത്തേക്ക് തിരിച്ച് കൊണ്ടുപോവാ. സ്റ്റോപ്പ് ചെയ്യാം അവിടെ റെക്കോർഡിങ്. നമ്മൾ പോയ ഡയറക്ഷൻ അതിനകത്ത് കാണാം. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഡയറക്ഷനിലോട്ടാക്കി. പാത്ത് കണ്ടോ അവിടെ? ഇനി നേരെ തിരിച്ചു വരിക. റെക്കോർഡ് ചെയ്തിട്ട് വാ. ഓക്കെ, വാ. കണ്ടോ, ഇവിടെ എത്തിയിട്ടില്ല. നീ എവിടെ നിന്നാണോ പൊന്തിച്ച് അവിടെ കൊണ്ടുവന്ന് നീ ലാൻഡ് ചെയ്യണം. ലാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, താഴോട്ട് ഇറക്കുമ്പോൾ അവിടെ ലൈൻ കമ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടോ എന്നൊക്കെ നോക്കണം. ലാൻഡ് ചെയ്യിക്ക്.
ഇതടിക്കാണ്. ലാൻഡ് അയക്കാൻ അത് ഓട്ടോ ലാൻഡ് കുറച്ച് താഴെ വന്നാൽ ഓട്ടോ ലാൻഡ് വരുള്ളൂ. ഇനി നീ താഴോട്ട് ഇറക്ക്. ഇതൊക്കെ അല്ലേ സേഫ്? എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. ഇറക്ക്, പയ്യെ ഇറക്ക്, പയ്യെ. അവിടെ ലൈൻ കമ്പി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ലെഫ്റ്റിലോട്ടാക്ക്. ആ, ഇനി കുറച്ച് താഴത്തോട്ട് ഇറക്ക്. വീടി കൊണ്ടുവരുത് കേട്ടോ, പയ്യെ കൊണ്ടുവന്നോ. കൊണ്ടുപോവാ. ലൈൻ കമ്പീൻ്റെ അടുത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്ക്. ഇറക്ക്. അവിടെ നല്ല സ്ഥലമല്ല, റോഡിന് അങ്ങോട്ട് കൊണ്ടുപോവാ. ആ, ഹോൾട്ട് കൊടുക്കട്ടെ. ആ വണ്ടി വരുന്നുണ്ട്, കൊടുക്കണ്ട. കൊടുത്തു. ഓക്കെ, എന്നാ ലാൻഡ് ലാൻഡായി. അപ്പോൾ സക്സസ്. ഇനി നമ്മളെടുത്ത വീഡിയോ വീട്ടിൽ പോയിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം സ്റ്റെബിലൈസ്ഡ് ആണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം.